ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയെ കാണാൻ നയനയുടെ മുറച്ചിറക്കൻ എത്തുകയാണ് കേട്ടോ. അങ്ങനെ മുറച്ചിറക്കൻ്റെ വരവോടുകൂടി കഥയാകെ മാറി മറിയുന്നുണ്ട്. മുറച്ചിറക്കൻ എത്തിയത് എല്ലാവരും തന്നെ ഉമ്മറത്തുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നയനനെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നയനൻ്റെ ബാല്യകാലം സുഹൃത്താണെന്നും അതുപോലെ തന്നെ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ച് വളർന്ന ഇതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും തന്നെ കാണാൻ നല്ല ആകാംക്ഷ ഉണ്ടായിരിക്കും. അങ്ങനെ ആ മുറച്ചിറക്കനെ എത്തുന്ന വരുന്ന ആ ഒരു സന്തോഷത്തിൽ തന്നെ നയനേനെ ഓടിച്ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ആദ്യക്ക് അത്ര പിടിക്കുന്നില്ല. ആദ്യം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നയനേനെയും അതുപോലെ ആ മുറച്ചിറക്കനെയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ണുരുട്ടുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് വരികയാണ്. അങ്ങനെ മുത്തശ്ശൻ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കാണ് കേട്ടോ. അങ്ങനെ തന്നെ നയനയെക്കുറിച്ചും നയനയുടെ ചെറുപ്പകാലത്തെക്കുറിച്ചും അവരുടെ ഓർമ്മകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാദോരാതെ സംസാരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ മുത്തശ്ശനും അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കേൾക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് മൊത്തം നമ്മുടെ നയനയെക്കുറിച്ചായിരിക്കും. നവ്യനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നവ്യയുമായിട്ട് വലിയ ഒരു ടച്ചില്ല. നയനയായിട്ടായിരിക്കും നയനയുടെ കാര്യങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. അങ്ങനെ നയന ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. ഒരുപാട് തന്നെ ഇങ്ങനെ അച്ഛനും അമ്മയൊക്കെ അടിക്കാനൊക്കെ വരുമ്പോൾ നയന അത് കൊള്ളൂന്നും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. അങ്ങനെ മുത്തച്ഛനും അതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷമാകാണ് കേട്ടോ. അങ്ങനെ ഇവർ പരസ്പരം കുഞ്ഞുനാളിലിങ്ങനെ ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കാനൊക്കെ ഇങ്ങനെ നയനേനെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ കളിമാലയൊക്കെ ഇങ്ങനെ കെട്ടി പേപ്പർ കൊണ്ടൊക്കെ മാല ഇങ്ങനെ നയനയുടെ കഴുത്തിൽ ഇങ്ങനെ ഇടുമായിരുന്നു. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഇട്ട് നടക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഒരു ബാല്യകാലത്തെ ഓർമ്മകളൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊക്കെ കേട്ടിങ്ങനെ ചിരിച്ചും അതുപോലെ തന്നെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആദ്യക്ക് അത്ര ഗ്രഹിക്കുന്നില്ല കേട്ടോ. പിന്നെ ദേവയാനിയാണെങ്കിലും മുത്തശ്ശിക്കും എന്ത് തോന്നുമെന്ന് കരുതി മാത്രം വലിയ താല്പര്യം ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പുള്ളിയുടെ കഥകളൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ജലജയാണെങ്കിൽ ഈ സമയത്ത് പറയുന്നുണ്ട്, ഇവളുമാരെ രണ്ടുപേരും സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ ഇനി ഇത് ഒരുത്തിനും കൂടെ ഇങ്ങോട്ട് കിട്ടി എഴുന്നേറ്റിട്ടുണ്ട്. ഇനി അവൻ്റെ കത്തി കൂടെ കേൾക്കണമല്ലോ, എന്തൊക്കെയാണോ എന്തോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജയും അഭിയും. അങ്ങനെ വന്നിട്ട് പാമുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോളെ നിന്നെ കാണാൻ ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും നാളുകൾക്ക് ശേഷം വന്നതല്ലേ, അപ്പോൾ നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതുപോലെ സൽക്കരിക്കണ്ടേ, വേഗം തന്നെ ഇപ്പോൾ വിശപ്പുണ്ടായിരിക്കില്ലേ, വേഗം തന്നെ ഭക്ഷണം വിളമ്പുമെന്ന് പറയാണ്. അപ്പോൾ ചെറുക്കൻ പറയുന്നുണ്ട്, അതെ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ നയനയുടെ കൈ കൊണ്ട് ഇച്ചിരി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും തന്നെ വഴിയിൽ നിന്ന് കഴിച്ചതുമില്ല, അതുകൊണ്ട് വേഗം ഫുഡ് എടുത്തോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനും ഫുഡൊക്കെ വിളമ്പുകയാണ്. അത് കഴിച്ചിട്ട് വളരെ നല്ല ഇങ്ങനെ വാവ് എന്ത് ടേസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ ആക്ഷനിലൂടെയൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നയനെ എന്ത് ടേസ്റ്റായിട്ടാണ് നീ ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ത് തിന്നിട്ട് എൻ്റെ വയറും മനസ്സും നിറയുന്നു, എത്ര രുചിയാണ്, എനിക്ക് ഇനിയും തിന്നാൻ തോന്നുന്നു, പക്ഷേ എനിക്കിനി വയറില്ല, ഇനി ഞാനൊരു വയറ് കടമെടുക്കണമെന്ന് തോന്നുന്നു, എന്ത് രുചിയാണ്, എന്നാലും നിൻ്റെ കൈപുണ്യം അപാരം തന്നെ, ഈ വീട്ടിലുള്ളവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാ, ഇവളുടെ ആഹാരം എന്നും ഇങ്ങനെ കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കറിയൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ടോടാ നീ ഇത്രയും നാൾ കഴിച്ചിട്ട് ഒരു നല്ല വാക്ക് നിൻ്റെ ഭാര്യനെക്കുറിച്ച് പറഞ്ഞോ. ഏതൊരു പെണ്ണിനും അവൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങളൊക്കെ നല്ലതാണെന്ന് പറയുന്ന ഒരു വാക്കിലാണ് അവളുടെ സംതൃപ്തി ഇരിക്കുന്നത്. അത്രയും നേരം അവൾ ചെയ്ത പണിയും അല്ലെ ജോലികളും ഒന്നും എല്ലാം അവിടെ അപ്രത്യക്ഷമാകും. ആ ഒരു വാക്കിൽ അവളുടെ മനസ്സ് നിറയും. അങ്ങനെ വേണം ചെയ്യാൻ. ഇപ്പം വന്ന ആൾ പറഞ്ഞു കേട്ടോ, നീ ഇത്രയും നാൾ ഭക്ഷണം കഴിച്ചിട്ട് നീ ഒരു നല്ല വാക്ക് അവളോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ദഹിക്കാതെ അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ആദിക്കൊന്നും തന്നെ പറയാൻ കഴിയുന്നില്ല. കാരണം ഈ വന്നയാളാണെങ്കിൽ നമ്മുടെ നയനനെ അങ്ങ് പൊക്കി കൊണ്ടുപോകല്ലേ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആദിക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല. ഞാൻ ഓഫീസിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ആദി അങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് മുത്തശ്ശി ഇങ്ങനെ കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇനി എവിടെയാണ് തങ്ങുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം എവിടെയെങ്കിലും റൂം എടുക്കണം, എനിക്ക് AC ഇല്ലാണ്ട് പറ്റില്ല, അത് വേറൊന്നും കൊണ്ടല്ല, അഹങ്കാരമായിട്ട് കരുതരുത്, ഞാൻ അങ്ങ് വിദേശത്തായിരുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് അങ്ങ് ഇഴുകി ചേർന്നു, അതുമായിട്ട് അങ്ങ് ഇതാക്കിയത് കൊണ്ട് എനിക്ക് AC ഇല്ലാണ്ട് പറ്റില്ല, അതുകൊണ്ട് എവിടെയെങ്കിലും റൂം എടുക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനിപ്പോൾ റൂം എടുക്കേണ്ട കാര്യമുണ്ടോ, ഇവിടെയും AC ഒക്കെ ഉണ്ട്, ഇവിടെ കുറച്ച് ദിവസം നിന്ന് എന്തായാലും ഇത്രയും നാളുകൾക്ക് ശേഷം കസിൻസിൻ്റെ ഒക്കെ അടുത്ത് വന്നതല്ലേ, അപ്പോൾ കുറച്ച് അവരുടെ അടുത്ത് നിൽക്കുകയും ചെയ്യാമല്ലോ, അതുകൊണ്ട് പോകുന്നിടം വരെ ഇവിടെ നിൽക്കാമല്ലോ, ഞങ്ങൾക്കാർക്കും ഒരു അസൗകര്യവും ഇല്ല അല്ലേ ദേവയാനി എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി അതെ അമ്മേ എന്നിങ്ങനെ ദേവയാനി മനസ്സിലാതെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യം ഇറങ്ങുന്ന സമയത്തായിരിക്കും പറയണത്. പെട്ടെന്ന് ആദ്യം ഒരു ഷോക്കാകാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് പോവുകയാണ് കേട്ടോ.
അങ്ങനെ പിന്നീട് അദ്ദേഹം അവിടെ നിൽക്കാൻ സമ്മതിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ മുത്തശ്ശൻ എന്നിട്ട് ആദ്യം പോകുന്നത് കണ്ടിട്ട് പറയുന്നുണ്ട്, എന്തായാലും നന്നായി, ഇപ്പം തന്നെ അവൻ്റെ മനസ്സൊന്ന് കോലിളകിയിട്ടുണ്ട്. എന്തായാലും ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തിയത്. നയന തന്നിൽ നിന്നും അകന്ന് മാറുന്നു, അല്ലെങ്കിൽ നയന മറ്റൊരാളുടെ അടുത്ത് കൂടുതൽ അടുപ്പം കാണിക്കുന്നു എന്ന് കരുതുമ്പോൾ അവൻ അഴിഞ്ഞോളും, അവൻ തനിയെ നയനമോളുടെ അടുക്ക് വന്നോളും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തിയത്. എന്തായാലും ഇപ്പോൾ അഭിനയിച്ച പോലെ തന്നെ തകർത്തങ്ങ് അഭിനയിച്ചു എന്നിങ്ങനെ പറയാനിട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പോൾ നമ്മുടെ മുറച്ചിറക്കൻ്റെ വരവ് ആരുടെ ലക്ഷ്യമാണെന്നും ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്നും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയുടെയും പരിപാടിയായിരുന്നു മുറച്ചിറക്കനെ കൊണ്ടുവന്ന് മുറച്ചിറക്കനെയും നയനനെ ഇങ്ങനെ കൂടുതൽ അടുപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ആദിയുടെ മനസ്സ് ഒന്ന് കോലിളക്കം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ കാണിക്കുന്നത്. അങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കിനും നയനയും ആദ്യം ഇങ്ങനെ കിടക്കാനൊക്കെ പോകാൻ കേട്ടോ. ഇതേ സമയത്ത് നയനയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഹലോ, എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേന് ആവശ്യമൊന്നുമില്ല, അല്ല ഇത്രയും നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ടതല്ലേ, അപ്പോൾ എനിക്ക് കുറച്ചല്ല എനിക്ക് ഒരുപാട് തന്നോട് സംസാരിക്കാനുണ്ട്. ഇത്രയും നാളത്തെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം. പണ്ടാണെങ്കിലും ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നിന്നെ ഉറക്കാറ് പോലും ഇല്ലല്ലോ, ഇങ്ങനെ കഥകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞ് നമ്മളങ്ങ് ഇരിക്കത്തില്ലേ, നമ്മൾ അങ്ങനെ നേരം വിളിപ്പിക്കും. ആ ഒരു ഓർമ്മ പുതുക്കാൻ വിളിച്ചാണ് നീ കൂട്ടിക്കോ, എന്തായാലും നീ കുറച്ച് നേരം ഇങ്ങി ബാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കാന്ന് എന്ന് പറയാൻ കേട്ടോ. അതിനെന്താ ഞാനിപ്പോൾ തന്നെ വന്നേക്കാട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നയന ഫോൺ വെക്കുകയാണ്. ഇതേ സമയത്ത് ആദ്യം ചോദിക്കുന്നുണ്ട്, ആരാ ഫോണിൽ, നീ എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത്? ആദ്യം ഏട്ടനെ വിളിച്ചത്, അത് പിന്നെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞ, അങ്ങോട്ടേക്ക് ഇപ്പം എന്തിനാ ചെല്ലുന്നത്? അതിനെ കുറച്ച് സംസാരിച്ചിരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടാ. സംസാരിച്ചിരിക്കാനോ? ഈ പാതിരാത്രി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, രാവിലെ സംസാരിച്ചിടാം. രാവിലെ എല്ലാവരും ഉണ്ടാവില്ലേ, ഇതിപ്പം ഞങ്ങളുടേതായ മാത്രം ലോകത്ത് ഞങ്ങൾക്കിരുന്ന് സംസാരിക്കാമല്ലോ. പണ്ടും ഇങ്ങനെ ആയിരുന്നു, വീട്ടിൽ വരുമ്പോഴത്തേനും എന്നെ വിടത്തില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും കൂട്ടുകാരുടെ കാര്യങ്ങളും ഓരോ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ നേരം വിളിപ്പിക്കും. അതുപോലെ തന്നെ ഇപ്പോഴും സംസാരിക്കാൻ വിളിക്കുന്ന, ഇനി ഏട്ടൻ്റെ ഇത്രയും വർഷത്തെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ പറയണ്ടേ, എൻ്റെ നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ പറയണ്ടേ, അതിനായിരിക്കും വിളിക്കുന്നത്. എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ, നിങ്ങൾ കിടന്നോ. ആയിക്കോട്ടെ എന്ന് പറയാൻ കേട്ടോ. ആദ്യം എത്രയ്ക്കെങ്കിലും പിടിക്കുന്നില്ലേ. അങ്ങനെ നയന നമ്മുടെ മുറച്ചെറുക്കൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഇതൊക്കെ കാണുന്ന ആദിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ നയന ഇറങ്ങി പോകുമ്പോഴാണ് നമ്മുടെ ആദി എത്രത്തോളം നയനനെ മിസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉറക്കം വരാതെ തലകാണിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും പിന്നെ അവരുടെ അടുത്തേക്ക് പോയാലോ എന്താ സംസാരിക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണീക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടാൽ മോശമായിട്ട് വിചാരിക്കത്തില്ലേ, വേണ്ട അല്ലല്ലോ ഇത്ര നേരം എന്താ സംസാരിക്കാനിരിക്കുന്നത്, ഒരു 2 വാക്ക് പറഞ്ഞിട്ട് അവൾക്ക് ഇങ്ങോട്ട് വരത്തില്ലേ? മുറച്ചിറക്കനാണ് പോലും, അല്ലെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ അവൾക്കങ്ങ് പറയത്തില്ലേ, എന്തൊക്കെയാണ് കാണിക്കുന്നത്, അവൻ്റെ ഒരു പുകഴ്ത്തലും എന്നൊക്കെയാണ് അവൻ കാണിക്കുന്നത്, അവനെ കണ്ടറിയാം അവനൊരു ഫ്രോഡാണെന്ന്. ഓർമ്മ പുതുക്കാൻ വന്നേക്കുന്നു, ഇത്ര നാളില്ലാത്ത മുറച്ചിറക്കൻ ഇപ്പോൾ ഇത് എവിടുന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം താൻ ഓരോന്ന് പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങൾക്ക് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.